ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചലോട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെതാണ്. ഇത് നമുക്ക് ഇഫ്താർ സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിലുള്ള സാധാരണ ചേരുവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3/4 കപ്പോളം വരുന്ന സേമിയ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ സേമിയ എടുക്കാം. ഞാൻ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഇട്ട വാക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. ഇതേപോലെ ഒരു അരിപ്പയിലേക്കാണ് ഊറ്റിയെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ കൂടി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് അങ്ങനെ കട്ടയായി അങ്ങനെ വരുമൊന്നുമില്ല. അങ്ങനെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ മതി. തണുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്പൂണിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ അതാണെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടിക്കോളും. അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ പാൽപ്പൊടി കൂടി ചേർക്കുന്ന സമയത്ത്. ഇതിലേക്കൊരു 1/4 കപ്പ് പാൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തണുത്ത പാലാണെങ്കിൽ പാൽപ്പൊടി ഒന്ന് മിക്സായി വരാൻ കുറച്ച് ഒരു സമയം എടുക്കും. അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് കലങ്ങി റെഡിയായി വരികയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കട്ടകളൊക്കെ ഉടച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ഈ പാലും പാൽപ്പൊടിയിട്ട് കലക്കിയെടുത്തിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് കൂടുതൽ അളവിൽ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഡബിളായിട്ട് എടുത്താൽ മതി കേട്ടോ. അതെ, സേമിയ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 പിഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് സേമിയ അടക്കം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് നമുക്ക് ഇഫ്താർ സ്നാക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഞാൻ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരിക. നെയ്യില്ലെങ്കിൽ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. വെളിച്ചെണ്ണക്ക് വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്കൊരു 5-6 അണ്ടിപ്പരിപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ ഒന്ന് മൂത്ത് റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം എന്താ പറയുക മുന്തിരി കിസ്മിസില്ലേ അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് കൂടുതലോ കുറവോ എത്രയോ വേണ്ട വെച്ചാൽ എടുക്കാം കേട്ടോ. കുറച്ചെടുത്താലും മതി. ഗാർണിഷിങ്ങിനായിട്ട് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ മുട്ടയുടെ മിക്സിൽ വറുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയിലൊക്കെ കടിക്കാനും കിട്ടും. അപ്പോൾ ഞാൻ മുകളിൽ ഗാർണിഷ് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇതിങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ ചേർത്തിട്ടുള്ള ഈ റൈസിൽസും കൂടി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയും സേമിയയും ആയിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഈ മുട്ടയും അതുപോലെ തന്നെ സേമിയയും പാലും എല്ലാം നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ചേരുവകൾ മാത്രമാണ്. ഇത് വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും കേട്ടോ. മുട്ടയൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ കാഷ്നട്ടും അതുപോലെ തന്നെ റൈസിൽസും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു കൊടുക്കാം. ഞാൻ ഈ ലിഡിൻ്റെ
ഹോളൊന്നും അടച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ അടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഭാഗം ആയി കിട്ടും കേട്ടോ. 10 മിനിറ്റ് എടുത്തു എനിക്കൊരു ഭാഗം ആയി കിട്ടാനായിട്ട്. അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടി ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പുറത്തെ ഭാഗം കുക്കായതാണ്. ചെറിയൊരു കളർ മാറ്റം വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, എല്ലാം ലോ ഫ്ലെയിമിലാണ്. അപ്പോൾ അടി കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ അടിയിലൊരു ഒരു തവയോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താലും മതിയാകും. ഇപ്പോൾ ഇവിടെ ആയി ഞാൻ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സ്വീകരിക്കാനും മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റമദാൻ സ്നാക്കായിട്ടും നമുക്ക് ഇഫ്താർ സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ അഭിപ്രായം എന്തായാലും അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇത് ഇവിടെ ഇടി കുടുങ്ങുന്ന ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ അത്യാവശ്യം നല്ലൊരു മഴ പെയ്തിട്ട് ഇടി പൊട്ടുന്നൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ ഇപ്പോൾ വേനൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായം കൂടി അറിയിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം.